നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്ന ശശി തരൂരിന്റെ പ്രസ്താവന വിവാദമായിരിക്കെ കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടിക പുറത്ത്. പട്ടികയിൽ 8ാമതായാണ് തരൂരിന്റെ പേര്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, പട്ടികയിൽ പേരുണ്ടായിട്ടും തരൂരിനെ ക്ഷണിച്ചിട്ടില്ല എന്നാണോ തരൂർ പറയുന്നത്? ഇപ്പോൾ ഈ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സൗദി അല്പസമയം മുൻപാണ് ശശി തരൂർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ക്ഷണിച്ചിട്ടില്ല, തനിക്കൊരു മിസ് കോൾ പോലും വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ താരപ്രചാരകളുടെ ലിസ്റ്റ്, നിലമ്പൂരിലേക്കുള്ള താരപ്രചാരകളുടെ ലിസ്റ്റ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ജൂൺ 2-ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച 40 പേരടങ്ങുന്ന പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 8ാമതായാണ് ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ്, വി.ഡി. സതീശനൊക്കെ കഴിഞ്ഞാൽ 8ാം സ്ഥാനത്തായി ഡോക്ടർ ശശി തരൂരിന്റെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രധാനമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആരൊക്കെ പങ്കെടുക്കുമെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമർപ്പിച്ച പട്ടികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. എന്തായാലും ശശി തരൂരിന് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണയുടെ പുറത്താണോ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്ന കാര്യവും വ്യക്തമല്ല. എന്തായാലും ഇതിലിനി കൂടുതൽ കാര്യങ്ങൾ ശശി തരൂർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും ശശി തരൂരിന്റെ പേര് ഈ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയാണ് പ്രകടമാക്കിയത്. കാരണം നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിച്ചില്ല, വിദേശത്ത് ആയതിനാൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നും ക്ഷണിക്കാതെ തന്നെ ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിയാമെന്നും സണ്ണി ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ താൻ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷവും അത്തരത്തിലൊരു കോൺടാക്ട് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനമാണ് ശശി തരൂർ ഉന്നയിച്ചത്. അത് അങ്ങനെയല്ല, അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പട്ടിക തന്നെ പുറത്തു വന്നിരിക്കുന്നത്. 40 പേരടങ്ങുന്ന പട്ടികയാണ്. 40 പേരിൽ 8ാം സ്ഥാനത്ത് ശശി തരൂരിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിനും ശശി തരൂരുമായി ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുള്ളതാണോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇതൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ നേരത്തെ തന്നെ ശശി തരൂരിന്റെ പല അഭിപ്രായങ്ങളിലും മറ്റൊരു തലം കോൺഗ്രസിനുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അത് ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ശശി തരൂർ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന ഒരു കാര്യം കൂടി പറഞ്ഞത് കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രീതിയിലേക്ക്. അതുതന്നെയാണ് ചന്തു, നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള തരൂരിന്റെ വാദത്തെ ഖണ്ഡിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. 8ാമതായി താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേരും ഉണ്ട് എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളുടെ ഒപ്പം തന്നെ തരൂരിന്റെ പേരും ഈ ഒരു പട്ടികയിലുണ്ട്. ആ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.